കോൺഗ്രസിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കന്മാർ ദിവസവും പരസ്യമായി വിവാദ പ്രസ്താവനകളുമായി രംഗത്തു വരുന്നത് അവസാനിപ്പിക്കണം. വരാൻ പോകുന്നത് അംഗൻവാടി തിരഞ്ഞെടുപ്പല്ല. യുവ നേതാക്കൾ കാണിക്കുന്ന പക്വതയും പാകതയും മുതിർന്ന നേതാക്കളും കാണിക്കണമെന്ന് പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് അത് താങ്ങാനുള്ള കേൾപ്പ് പാർട്ടിക്കില്ലാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷമായി പാർട്ടിയിലെ യുവാക്കൾ കാണിക്കുന്ന പക്വതയും പാകതയും തലയെടുപ്പുമുള്ള മുതിർന്ന നേതാക്കൾ ഇനി കാണിക്കണം. സാധാരണ പ്രവർത്തകന്റെ ആത്മവിശ്വാസം തകർക്കരുത്. ദിവസവും രാവിലെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പാർട്ടിയെ സംബന്ധിച്ചു വരുന്ന വാർത്തകൾ നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. നേതൃത്വം ഇടപെട്ട് അനിശ്ചിതത്വം മാറ്റണം. നേതൃത്വം തുടരുമോ ഇല്ലേ എന്നതിൽ വ്യക്തത വരുത്തണം. എങ്കിൽ മാത്രമേ തുടരുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ കഴിയൂ. വരാൻ പോകുന്നത് അങ്കണവാടി ക്ലാസ് ലീഡറുടെ തിരഞ്ഞെടുപ്പല്ലെന്നും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെന്നും ഓർക്കണം. മുതിർന്ന നേതാക്കൾ ഉത്തരവാദിത്തം കാട്ടണം. കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കാതെ പോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നേതാവ് തുറന്നടിച്ചു. സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ ഒരു കുഞ്ഞ് മരിച്ച ദിവസം ചർച്ച ചെയ്യുന്നത് എന്താണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കാര്യങ്ങൾ ചർച്ചയാകണം. പുനഃസംഘടനയിൽ എന്തിനാണ് ഇത്ര അനിശ്ചിതത്വം? പാർട്ടി ഹൈക്കമാൻഡിനറിയാം ആരെ മാറ്റണം, ആരെ നിലനിർത്തണമെന്ന്. ഒരു നേതാക്കളുടെയും പേര് പറയാനില്ല. വെറും വാർത്തയാക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം നടത്തുകയല്ല. പുതുതലമുറ കാണിക്കുന്ന അച്ചടക്കം മുതിർന്ന നേതാക്കൾക്കില്ല. പാർട്ടി പ്രവർത്തകരുടെ വേദനയാണ് പങ്കുവെക്കുന്നത്. കെ സുധാകരൻ വലിയ ജനപിന്തുണയുള്ള നേതാവാണ്. അദ്ദേഹം കേരളത്തിലെ ഏത് ജംഗ്ഷനിൽ പോയാലും ആളുകൾ കൂടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയേക്കുമെന്ന പ്രചരണങ്ങൾക്കിടെ പ്രതികരണവുമായി കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന നേരിയ സൂചന പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. മാധ്യമങ്ങളാണ് KPCC നേതൃമാറ്റത്തെക്കുറിച്ച് വാർത്ത ഉണ്ടാക്കുന്നതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തിയിരുന്നു. തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ചിലർ മനഃപൂർവ്വം പറഞ്ഞു പരത്തുകയാണ് എന്നും രോഗിയാണെന്ന് കാണിച്ച് തന്നെ മൂലക്കിരുത്താൻ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. ഇതിനു പിന്നിൽ സംസ്ഥാനത്തെ തന്നെ ഒരു നേതാവാണ് എന്നും തന്നെ അഖിലേന്ത്യാ കമ്മിറ്റി മാറ്റില്ല എന്ന ഉറപ്പ് തനിക്കുണ്ടെന്നും സുധാകരൻ വ്യക്തമാക്കുകയുണ്ടായി. പാർട്ടി പ്രവർത്തനത്തിൽ പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു.